ശ്രീ IC ബാലകൃഷ്ണൻ. സർ, കേരളത്തിലെ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് കാർഷിക യൂണിവേഴ്സിറ്റി. സർ, കാർഷിക യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ വിവിധ ജില്ലകളിൽ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. മാത്രമല്ല സാർ, ഈ കർഷകർ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. സർ, ഈ ജില്ലകളെടുത്ത് പരിശോധിക്കുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിരവധി ഭൂമി വെറുതെ കിടക്കുകയാണ്. എൻ്റെ നിയോജക മണ്ഡലത്തിൽ സുൽത്താൻ ബത്തേരി അമ്മായിപ്പാലം, അവിടെ 10 ഏക്കർ ഭൂമി കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് കയ്യിലാണുള്ളത്. അപ്പോൾ അവിടെ ഈ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ, കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ സംഭരിക്കാനുള്ള സംഭരണ കേന്ദ്രങ്ങൾ അത് വിപുലപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. മിനിസ്റ്റർ. സാർ, കേരളത്തിലെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന അതിൻ്റെ ഗവേഷണ കേന്ദ്രങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചു. അതിൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ സയൻറ്റിഫിക് തോട്ട്സും അതിൻ്റെ എക്സ്പീരിയൻസും അതിൻ്റെ റിസൾട്ടും പ്രോഡക്ട്സും കർഷകന് യഥാവിധി ലഭ്യമാക്കി അത് ഗുണപരമായ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിൽ ചെറിയൊരു ഗ്യാപ്പുണ്ട് ചില മേഖലകളിൽ. ആ ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കൃഷി വകുപ്പ് കടക്കുകയാണ്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതോടുകൂടി കർഷകനും അഗ്രികൾച്ചറൽ റിസർച്ചും തമ്മിലുള്ളതായിരിക്കുന്ന ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതോടുകൂടി ആ പ്രശ്നം അവസാനിക്കും. അദ്ദേഹം ചോദിച്ച രണ്ടാമത്തെ സ്പെസിഫിക്കായ ചോദ്യം ബത്തേരിയിലെ അമ്മായിപ്പാലവുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന അവിടെയുള്ള പ്രധാനപ്പെട്ട മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ സ്ഥലത്ത് MLAയോടൊപ്പം വിസിറ്റ് ചെയ്യാനുള്ള നടപടിയെടുക്കും. അതിനെ വിഭാവനം ചെയ്ത പൂർണ്ണതയിൽ എത്തിക്കാനുള്ള നടപടിയും എടുക്കും. അതോടൊപ്പം തന്നെ വേങ്ങേരിയിലുള്ളതായിരിക്കുന്ന മാർക്കറ്റിനെ കുറിച്ച് ജയന്ത് ഇവിടെ സൂചിപ്പിച്ചിരുന്നു, നോർത്തിലെ അംഗം സൂചിപ്പിച്ചിരുന്നു. അത്തരം നിശ്ചലമായി കിടക്കുന്നതായിട്ടുള്ള മാർക്കറ്റുകളും മറ്റു കാര്യങ്ങളും അനുഭാവപൂർവ്വം ഗവൺമെൻറ് പരിശോധിച്ച് വേണ്ടതായിരിക്കുന്ന തിരുത്തലുകളും എംപവർമെൻറ്റ് സ്കീമും കൊണ്ടുവരും.